നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ എയർഫോഴ്സിലെ വൈസ് എയർ മാർഷലായി സേവനമനുഷ്ഠിച്ച നമ്മളുടെ കുരുവിള സാറാണ്. ആലുവയിലാണ് താമസം. നമസ്കാരം സർ. നമസ്കാരം. ഇദ്ദേഹത്തിന് ഒരു വൈസ് മാർഷൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പുള്ളിക്ക് വിശിഷ്ട സേവാ മെഡലും ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പുള്ളിയുടെ അടുത്ത് നിന്ന് തന്നെ അറിയാം. സാറ് ഈ എയർഫോഴ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ, അതായത് ഒരു 60 കാലഘട്ടങ്ങളിലാണല്ലോ എയർഫോഴ്സിലേക്ക് വരും. അതിന് മുമ്പേ എന്തായിരുന്നു ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ഞാൻ തുടങ്ങുവാണെങ്കിൽ അപ്പം തൊട്ട് അങ്ങ് പറയട്ടെ. ഞാൻ ഉണ്ടായത് 1946 ഡിസംബറിലാണ്. ഇൻഡിപെൻഡൻസിന് ജസ്റ്റ് മുമ്പേ ആണ്. എൻ്റെ ഫാദർ കേരള PWDയിൽ എൻജിനീയറായിരുന്നു. ചീഫ് എൻജിനീയറായിട്ട് 68 റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ പോസ്റ്റിംഗ് അനുസരിച്ച് പലയിടത്തായിട്ടായിരുന്നു എൻ്റെ സ്കൂളിലെ പഠിത്തം. 1955 ഞങ്ങൾ എറണാകുളത്ത് എൻ്റെ ഫാദർ നമ്മുടെ സീറോഷൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് എൻജിനീയറായിട്ട് കേരള മുഴുവൻ, അന്ന് ഒരു എക്സിക്യൂട്ടീവ് എൻജിനീയറാണ് കംപ്ലീറ്റ് സീറോഷൻ ഓഫ് കേരള. പുള്ളി അന്ന് 1955 എറണാകുളത്ത് ചാർജ് എടുക്കുകയും ഞാൻ സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ അന്ന് ചേരുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെൻറ്റ് ഹൈസ്കൂൾ പുള്ളിക്ക് ആലുവയിലേക്ക് സൂപ്രണ്ടിങ് എൻജിനീയറായിട്ട് പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ ഞാൻ സെൻറ്റ് ആൽബർട്ട് നമ്മുടെ സെറ്റിൽമെൻറ്റ് സ്കൂളിൽ ഒരു കൊല്ലം പഠിച്ചിട്ട് അടുത്ത 2 കൊല്ലം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ആലുവയിലാണ് SSLC പാസ്സായത്. SSLC കഴിഞ്ഞ ഉടനെ തന്നെ ട്രിച്ചൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. അന്ന് 2 ഗവൺമെൻറ് കോളേജസേ ഉള്ളൂ, ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ഇവിടെയും. ആകപ്പാടെ സ്റ്റേറ്റിലെ 5 കോളേജസും എഞ്ചിനീയറിംഗ് കോളേജും ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റുമാണ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. ട്രിച്ചൂർ ആലുവയ്ക്ക് അടുത്തായതുകൊണ്ട് ഞാൻ ട്രിച്ചൂറിലാണ് ജോയിൻ ചെയ്തത്. 63 ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. 68 പാസിങ് ഔട്ടായി. അവിടെ കോളേജിൽ പറയാനുള്ളത് 64 തൊട്ട് ഞാൻ സ്റ്റേറ്റ് ടീമിൽ കളിക്കുമായിരുന്നു. ഹോക്കി ടീമിൽ ട്രിച്ചൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോക്കി ടീം അന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു സ്റ്റേറ്റിൽ. അങ്ങനെ ഞങ്ങളുടെ ഒരു 5-6 പ്ലെയേഴ്സ് സ്റ്റേറ്റ് ടീമിൽ എല്ലാ കൊല്ലവും കാണുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. യൂണിവേഴ്സിറ്റി, അന്ന് ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ കേരളത്തിൽ. 2 ഉണ്ട്. ഒന്ന് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മറ്റേത് കേരള യൂണിവേഴ്സിറ്റി. അപ്പം കേരള യൂണിവേഴ്സിറ്റിയിലും കേരള സ്റ്റേറ്റിലും ഞാൻ പങ്കെടുക്കും. 64 തൊട്ട് 68 പാസിങ് ഔട്ട് കഴിഞ്ഞ് പാസിങ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് FACTയിൽ ജോലി കിട്ടി. 1969 ഡിസംബർ വരെ ഞാൻ FACTയിൽ ജോലി ചെയ്തു. 1.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടി. എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടാനുള്ള മെയിൻ റീസൺ, ഞാനന്ന് ഹോക്കിക്ക് വളരെ ക്രേസായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് ടീമിൽ 4-5 കൊല്ലം കളിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഹോക്കിക്ക് മുകളിലോട്ട് പോകണമെന്നുള്ള ഒരു ആശ കൊണ്ട് 69 നാഷണൽസ് എറണാകുളത്തായിരുന്നു നടന്നത്. ആ സമയത്ത് സർവീസസിൻ്റെ കോച്ച്, ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ, പേര് മറന്നുപോയി, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബോല, പുള്ളിയായിരുന്നു ഇൻ്റർനാഷണൽ പ്ലെയർ ആയിരുന്നു. ഇന്ത്യൻ ടീമിന് കളിച്ചിട്ടുള്ള ആളാണ്. സർവീസസിൻ്റെ കോച്ചായിരുന്നു. പുള്ളിയെ ഞാൻ പതുക്കെ ഒന്ന് ചോദിച്ചു, എനിക്കിങ്ങനെ ഹോക്കി കളിക്കാൻ മുകളിലോട്ട് പോകണം. അപ്പം പുള്ളി പറഞ്ഞു, അത് സർവീസസിലേക്ക് വരിക, അതാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് അപ്ലൈ ചെയ്തു. സെലക്ഷൻ കിട്ടി. സെലക്ഷൻ ബോർഡ് മൈസൂർ സെലക്ഷൻ ബോർഡാണ്, ഓഫീസേഴ്സ് സെലക്ഷൻ ബോർഡാണ്. അന്നേരം 5-10-60 പേരോളം അവിടെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രമാണ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു. FACT വീടിനടുത്തായിരുന്നു, എന്നാലും ഇതായിട്ട് ജോയിൻ ചെയ്ത് 69 തൊട്ട് 69 ഡിസംബർ എൻഡിൽ ജോയിൻ ചെയ്ത് 2005 ആണ് ഞാൻ റിട്ടയർ ചെയ്തത്. 2004 ഡിസംബർ 31 ഞാൻ റിട്ടയർ ചെയ്തു. അങ്ങനെ ഒരു
35 കൊല്ലത്തോളം 35-36 കൊല്ലത്തോളം ഞാൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. അതിൽ 69 തൊട്ട് 71 ആദ്യം വരെ ഞങ്ങൾക്ക് എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജുണ്ട്, ബാംഗ്ലൂർ ജലഹലി വെസ്റ്റിലാണ്. അതിൽ എല്ലാ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും അവിടെയാണ് ട്രെയിനിങ്ങിന് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് ഇച്ചിരി ചേഞ്ചുണ്ട്. ആദ്യത്തെ 6 മാസം ഇന്ന് എല്ലാവരും എയർഫോഴ്സ് അക്കാഡമിയിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ 1.5 കൊല്ലത്തെ ട്രെയിനിങ് എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിലാണ്. അവിടെ മിലിറ്ററി ട്രെയിനിങ്, മിലിറ്ററി ഹിസ്റ്ററി, അതിൻ്റെ കൂടെ തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായിട്ട് ഒരു കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ നിന്ന് 71 പാസിങ് ഔട്ടായിട്ട് ഞാൻ അംബാലയിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ആദ്യമായിട്ടാണ് അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് ഞാനൊരു മെയിൻ നോർത്ത് ഇന്ത്യ, അംബാല എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാനയിലാണ്. അപ്പോൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഏതാണ്ട് ജൂണിലാണ് അവിടെ ജോയിൻ ചെയ്തത്. ഓഗസ്റ്റ് ആയപ്പോഴേ ഞങ്ങളുടെ സ്ക്വാഡ്രൺ, ഈ സ്ക്വാഡ്രൺ നാറ്റ് സ്ക്വാഡ്രണിലാണ് എനിക്ക് പോസ്റ്റിംഗ് ആയിരുന്നത്. നാറ്റ് സ്ക്വാഡ്രൺ വാസ് ആസ്ക്ഡ് ടു മൂവ് ടു ശ്രീനഗർ, ഒരു ഡിറ്റാച്ച്മെൻറ്റ്. അങ്ങനെ ഞാൻ 71 ഓഗസ്റ്റിൽ ശ്രീനഗറിലേക്ക് മൂവ് ചെയ്തു. ശ്രീനഗറിൽ മൂവ് ചെയ്ത് ജമ്മു കാശ്മീർ, അതെ, ശ്രീനഗറിൽ അത് ഫ്രണ്ട് എയർഫോഴ്സിൻ്റെ ആകെയുള്ള അന്നത്തെ ഏറ്റവും, അന്ന് ലേ ഒന്നും വന്നിട്ടില്ല. ആ സമയത്ത് നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഏറ്റവും ഫോർവേഡ് ബേസാണ് ശ്രീനഗർ. അന്ന് നാറ്റ് എയർക്രാഫ്റ്റിൽ ടെക്നിക്കൽ ഓഫീസറായിട്ട് ഐ വാസ് ദയർ. ഈ സ്ക്വാഡ്രണിലാണ് ഇന്ത്യയിൽ, എയർഫോഴ്സിലെ ആകെയുള്ള പരംവീർ ചക്ര കിട്ടിയ സേഖോൺ, 1971 വാറിൽ സേഖോണിന് പരംവീർ ചക്ര കിട്ടി, ലേറ്റ് സേഖോണിന്. അതിനുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, സേഖോണ് 8 എയർക്രാഫ്റ്റിൻ്റെ അഗൻസ്റ്റ് സേഖോൺ ഹാഡ് ടു ഫൈറ്റ് ആൻഡ് ഹി ഷോട്ട് ഡൗൺ 2 എയർക്രാഫ്റ്റ് ആൻഡ് ഹി വാസ് അവോർഡഡ് പരംവീർ ചക്ര. ഇന്ന് വരെ വേറെ ആർക്കും ഇന്ത്യൻ എയർഫോഴ്സിൽ പരംവീർ ചക്ര കിട്ടിയിട്ടില്ല. ആ സമയത്ത് സേഖോണിൻ്റെ എയർ ഡോഗ് ഫൈറ്റ് വാസ് ഹാപ്പനിങ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ എയർഫീൽഡ്. that was early in the morning on 14th January 1971. I was witness to that. ആ ഒരു എപ്പിസോഡിനെ പറ്റി in 2015 ബാഗ്ഡോഗ് റെയിൽ, ഹാഷിമരയിൽ ഈ സ്ക്വാഡ്രണിന് ഒരു കളർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ബൈ ദ പ്രസിഡൻറ്റ്, അന്നത്തെ പ്രസിഡൻറ്റ് പ്രണാബ് മുഖർജി. ആ സമയത്ത് ഒരു ഇതിനെപ്പറ്റി ആർക്കാ അറിയാവുന്നതെന്ന് അന്നത്തെ ചീഫിനോട് ചോദിക്കുകയും, ചീഫ് ഓടി എൻ്റെ അടുക്ക വന്നിട്ട് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയും, ഞാൻ പ്രണാബ് മുഖർജിക്ക് ഒരു 10 മിനിറ്റ് ആ എയർഫീൽഡിലെ അന്നത്തെ സിറ്റുവേഷൻസ് പ്രണാബ് മുഖർജിയോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. പ്രണാബ് മുഖർജി സൈൻ ചെയ്ത ഒരു കവറ്, പുള്ളി അന്നത്തെ ഫസ്റ്റ് ഡേ കവർ ഇഷ്യൂ ചെയ്ത ഒരു കവർ സൈൻ ചെയ്തത് എനിക്ക് തരികയും ചെയ്തു. അതെൻ്റെ വീട്ടിലുണ്ട്. ഇത് 71. അത് കഴിഞ്ഞിട്ട് ഞാൻ 74 വരെ ആ സ്ക്വാഡ്രണിലായിരുന്നു. വാർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അംബാലയിലെത്തി. 73 ഞാൻ തിരിച്ച് അംബാലയിൽ വന്നു. 74 തൊട്ട് 79 വരെ ഐ വാസ് ഇൻ മിസൈൽസ്, ഗൈഡഡ് മിസൈൽസ് SAM-2. അതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 79 ഐ വാസ് സെലക്റ്റഡ് ഫോർ MTech ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ടെക്നോളജി, പൂനെയിലെ ആദ്യത്തെ ബാച്ച് MTech ചെയ്തു. ആ സമയത്ത് ഞാൻ സബ്ജക്റ്റ് എടുത്തത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലാണ്, റോക്കറ്റ് പ്രൊപ്പൽഷനിലാണ് ഞാൻ എൻ്റെ MTech ചെയ്തതും. റോക്കറ്റ് പ്രൊപ്പലൻ്റ് അതിൻ്റെ ഒരു ഇതുമാണ്. നമ്മുടെ പഴയ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം വാസ് എൻ എക്സ്റ്റേണൽ എക്സാമിനർ ഫോർ മീ ഫോർ MTech. ആ സമയത്ത് പുള്ളി അന്ന് ഡയറക്ടർ ഓഫ് DRDL ആയിരുന്നു, ഹൈദരാബാദിലെ ഡയറക്ടറായിരുന്നു. അപ്പം മിസൈൽ കഴിഞ്ഞ് തിരിച്ച് എനിക്ക് പോസ്റ്റിംഗ് വന്നത് ഇന്ത്യയിലല്ല, സൗത്ത് ഏഷ്യയിലെ ആകെയുള്ള ഒരു ഫ്ലൈറ്റ് ടെസ്റ്റ് സെൻ്ററാണ് AST, എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിപ്പോൾ അതിൻ്റെ പേര് എയ്റോസ്പേസ് സിസ്റ്റംസ് ആൻഡ് ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതിൽ ഐ വാസ് പോസ്റ്റഡ് ദേ. അവിടെ ചെന്ന് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഐ വാസ് സെൻറ്റ് ഫോർ എ കോഴ്സ് ഇൻ USA. ഞാൻ ഏതാണ്ട് 11 മാസം USA എയർഫോഴ്സിൽ ഡെപ്യൂട്ടേഷനിലായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷനിൽ ഐ ഹാവ് ഡൺ എ കോഴ്സ് ദേ. അത് കഴിഞ്ഞ് കമ്മിങ് ബാക്ക് അഗെയിൻ പോസ്റ്റഡ് ബാക്ക് ടു AST. അങ്ങനെ അവിടെ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയറായിട്ട്
ഒരു 3-4 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാഗ്വർ ഇൻഡക്ഷൻസിന് വേണ്ടി ഞാൻ എന്നെ പൂനെയിലേക്ക് പോസ്റ്റ് ചെയ്തു. ഐ വാസ് ദ ഫസ്റ്റ് മാരിടൈം ജാഗ്വർ സ്ക്വാഡ്രണിലെ ഫസ്റ്റ് സീനിയർ ടെക്നിക്കൽ ഓഫീസറായിട്ട് ഐ വാസ് പോസ്റ്റഡ് ദ. അതിൽ നിന്ന് പിന്നെ എയർ ഹെഡ് ക്വാർട്ടേഴ്സ്, അങ്ങനെ തിരിച്ച് AST, ഇങ്ങനെ പല AST തന്നെ 3 പോസ്റ്റിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ടെസ്റ്റിംഗ്, അവസാനം ലാസ്റ്റ് പോസ്റ്റിംഗ് വാസ് ദ ചീഫ് റിസർച്ച് ആൻഡ് പ്രോജക്റ്റ് ഓഫീസർ ആസ് എ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഐ കെയിം ഔട്ട് ഓഫ് AST. അതിൻ്റെ ഇടയ്ക്ക് പൂനെയിൽ തന്നെ വിങ് കമാൻഡറായിട്ട് ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട്, സീനിയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായിട്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തോട്ടെ. അതായത് ഈ ജാഗ്വർ എയർക്രാഫ്റ്റ്സ് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിൽ കടന്നിരുന്ന ഒരു കാലഘട്ടത്ത് സാർ അതിനെ ഒരുപാട് കാലം അത് വെറുതെ കടന്നു, അതിനെ ശരിയാക്കി എടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് വിശിഷ്ട സേവാ മെഡൽ കിട്ടിയത്. അത് ഞാൻ പറയാം. അതായത് AST കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പോസ്റ്റിങ് വാസ് ടു ഗോരഖ്പൂർ. ഗോരഖ്പൂരിലാണ് ഞങ്ങളുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബേസസ് ഓഫ് ജാഗ്വേഴ്സ്. അപ്പം ഞാൻ ജാഗ്വർ ട്രെയിൻഡാണ്. ഞാൻ ഗോരഖ്പൂരിൽ ചെന്നപ്പോൾ അവിടെ കുറേ എയർക്രാഫ്റ്റുകൾ ഫ്ലൈയിങ് വർത്തി അല്ലാതെ കിടക്കുകയുണ്ടായിരുന്നു. അത് ഒരു ടെക്നിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡൊന്നും എൻ്റെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഫ്ലൈ ചെയ്യിക്കണം, ഒരു മിഷനായിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വർക്ക്ഡ്. ആക്ച്വലി സ്പീക്കിംഗ് ഇറ്റ് വാസ് എന്താ പറയുക, രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം രാത്രി ഒരു 3 മണി വരെ വി വർ കണ്ടിന്യൂസ്ലി വർക്കിംഗ്. അങ്ങനെ വർക്ക് ചെയ്ത് ഞങ്ങൾ വി ഹാവ് ബ്രോട്ട് ബാക്ക് ഒരു 10-12 എയർക്രാഫ്റ്റ് വി ഹാവ് ബ്രോട്ട് ബാക്ക് ഇൻ ടു സർവീസ്. ദാറ്റ് വാസ് വിശിഷ്ട സേവാ മെഡൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിന് വേണ്ടിയുള്ളതല്ല. ദാറ്റ് ഈസ് ത്രൂ ഔട്ട് യുവർ സർവീസ് കരിയറിനുള്ളതാണ്. പക്ഷേ ചില പർട്ടിക്കുലർ ഈ ഇൻസ്റ്റൻസസ് വേണം. അല്ലാതെ ഒരാൾക്ക് 36 കൊല്ലത്തെ സർവീസ് ഒരു ലോങ് സർവീസ് മെഡൽ അല്ലാതെ. അപ്പോൾ അതിലുള്ള വൺ ഓഫ് ദി പർട്ടിക്കുലർ തിങ് വാസ് ഈ എയർക്രാഫ്റ്റ് റിട്രീവ് ചെയ്യുന്ന ഒരു സൈറ്റേഷനിലുള്ള ഒരിതും. വേറെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അന്ന് തന്നെ ഉണ്ടായിരുന്നത്, ജാഗ്വറിലൊരു മെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇൻഅഡ്വർട്ടൻറ്റ് റിലീസ് ഓഫ് പാരഷൂട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ബ്രേക്ക് പാരഷൂട്ട് എന്ന് പറഞ്ഞൊരു പാരഷൂട്ടുണ്ട്. അത് ഫൈറ്റേഴ്സ് കണ്ടിട്ടുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ. ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാരഷൂട്ട് ഡിപ്ലോയ് ചെയ്ത് എയർക്രാഫ്റ്റിൽ നിന്ന് അതിൻ്റെ എയറിൻ്റെ ഫ്ലോ കൊണ്ട് റെസിസ്റ്റ് ചെയ്ത് എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു പാരഷൂട്ട് ഇങ്ങനെ. അതെ അതിലോട്ട് എയർ വന്ന് കൊള്ളുമ്പോൾ ഇതിനെ പുറലോട്ട് തള്ളുമ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് എഫക്റ്റ് കൂടും. സോ ദ ബ്രേക്കിംഗ് റൺവേക്ക് അല്ലെങ്കിൽ ലെങ്ത് പോരാതെ വരുന്ന റൺവേക്ക് വരാനായിട്ട് ഇത് ഇൻഅഡ്വർട്ടൻ്റ്ലി ഇറ്റ് യൂസ് ടു റിലീസ് ഇൻ ദ എയർ. പൈലറ്റ് അറിയാതെ പെട്ടെന്ന് ഒരു കാറിൻ്റെയൊക്കെ മാൽ ഫങ്ഷൻ പോലെ നമ്മൾ ഡ്രൈവർ അറിയാതെ ചിലപ്പോൾ സ്പീഡ് അങ്ങ് കൂടി പോകുന്നെന്ന് പറയുന്ന പോലെ ഒന്നും അറിയാതെ ഇത് എയർക്രാഫ്റ്റ് റിലീസ് ചെയ്തു. ഈ പാരഷൂട്ട് മുകളിൽ റിലീസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പൈലറ്റിന്. അപ്പോഴാണ് പൈലറ്റ് എന്താ ഈ സംഭവിച്ച ഒരു പ്രോബ്ലം, ഇതിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എയർ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇതോടുകൂടി ഞാനൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ വാട്ട് ഐ ഫൗണ്ട് വാസ് ഇതൊരു 4th ലൈൻ സർവീസിങ് എന്ന് പറഞ്ഞാൽ HAL-ലും BAE ബ്രിട്ടീഷ് എയ്റോസ്പേസാണ് ജാഗ്വറിൻ്റെ. അവിടെ നടന്ന ഒരു സർവീസിങ്ങിൻ്റെ ഒരു മാൽഫങ്ഷൻ, ഒരു പർട്ടിക്കുലർ തിങ്ങിലെ ഒരു പ്രോബ്ലം, റിഗ്ഗിങ് എന്ന് പറയും, എയർക്രാഫ്റ്റ് റിഗ്ഗിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു ഇനീഷ്യൽ സ്റ്റഡി എനിക്ക് കിട്ടുകയും എയർ ഹെഡ് ക്വാർട്ടേഴ്സ് അത് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്ത് HAL-ലും ബ്രിട്ടീഷ് എയ്റോസ്പേസും ആളുകളെ ഗോരഖ്പൂരിലേക്ക് അയക്കുകയും ഫൈനലി അവർ അത് അഡ്മിറ്റ് ചെയ്തു. ദിസ് വാസ് അവർ മിസ്റ്റേക്കാണ്, ആ റിഗ്ഗിങ് പ്രോബ്ലമാണ്, അത് സോൾവ് ചെയ്തു. ഇതും എൻ്റെ സൈറ്റേഷനിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 മെയിൻ ഇൻസിഡൻസാണ് വിശിഷ്ട സേവാ മെഡലിലുള്ള സൈറ്റേഷനിൽ എക്സെപ്ഷണലായിട്ട് ജാഗ്വറിൻ്റെ ഇതിൽ പറഞ്ഞു.